വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ റെസിപ്പി ചിക്കൻ പെരട്ടിൻ്റെ ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം ഇട്ടൊന്ന് മിക്സ് ചെയ്ത് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. അത് ഫ്രൈ ആക്കിയെടുക്കുന്നതും നല്ലപോലെ ഫ്രൈ ആവേണ്ട കാര്യമില്ല, തിരിച്ചും മറിച്ചും ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ആക്കിയെടുക്കുക. ഇതിപ്പം പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് ചെറിയ രീതിയിൽ ഫ്രൈ ആക്കിയെടുക്കുന്നത്. ചെറിയ രീതിയിൽ ഫ്രൈ ആക്കി എടുത്ത് നമ്മളത് മാറ്റി വെക്കുകയാണ്. അതേ എണ്ണയിൽ തന്നെയാണ് ചിക്കൻ ഫ്രൈ ചെയ്ത് അതേ വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ ഇതിനാവശ്യമായ ഉള്ളിയെല്ലാം വഴറ്റിയെടുക്കുന്നത്. അതൊരു പാത്രത്തിലോട്ട് ഞാനിപ്പോൾ ഒരു മൺചട്ടിയിലാണ് ഈ പെരട്ട് ചെയ്യുന്നത്. അതിലേക്ക് ഒരു 3-4 വെളുത്തുള്ളി, കറിവേപ്പില അതൊന്ന് വഴറ്റുക. അതിലേക്ക് കൊച്ചുള്ളി, നമ്മൾ എടുക്കുന്ന ചിക്കൻ ആവശ്യമായിട്ടുള്ള രീതിയിൽ കൊച്ചുള്ളിയും സവാളയും പച്ചമുളകും. കൊച്ചുള്ളി ഇല്ലെങ്കിൽ സവാള മാത്രമായിട്ട് നമുക്ക് ഇത് വഴറ്റിയെടുക്കാം. കൊച്ചുള്ളി ഇടുമ്പോൾ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊച്ചുള്ളിയും കൂടെ ചേർക്കുന്നത്. കൊച്ചുള്ളിയും സവാള, പച്ചമുളക്, കറിവേപ്പില, ഇത് ഉപ്പ്, ഇത് ഇത്രയും ചേർത്ത് ആ എണ്ണയിൽ തന്നെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിപ്പം ആവശ്യത്തിന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉള്ളി നല്ലപോലെ ഒന്ന് പകുതി വഴണ്ടി വന്നതിന് ശേഷമാണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കുന്നത്. ഇല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും. അതിന് ശേഷമാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് പിന്നെ നല്ലപോലെ ഒന്ന് വഴറ്റണം. ഇപ്പം ആവശ്യത്തിന് വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഞാനിപ്പോൾ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. കുരുമുളക് പൊടി 1 സ്പൂൺ ചേർക്കണം. എരിവിന് ആവശ്യമായ രീതിയിൽ. പെരുംജീരകം, മസാലപ്പൊടി, മുളക് പൊടി ഒരു 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, ഉപ്പ് നോക്കിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ അതിലേക്ക് മിക്സ് ചെയ്യണം. ഇത് കുറേ നമ്മൾ മിക്സ് ചെയ്യാനുള്ളത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ ചിക്കൻ പൊടിഞ്ഞു പോകും. ഇത് ഫ്രൈ ചെയ്തിട്ട് നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ പൊടിഞ്ഞു പോകത്തില്ല. നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുത്തിട്ട് ഒരു പകുതി തക്കാളി 2 ഞാൻ ചേർക്കുന്നുണ്ട്. അത് ഈ സമയത്താണ് തക്കാളിയും ചേർക്കുന്നത്. തക്കാളി ചേർത്തിട്ടൊന്ന് കുത്തി വെച്ച് കൊടുക്കുന്നത്.
ഗ്രേവി വേണമെങ്കിൽ ഗ്രേവി അതിന് നമുക്ക് വെള്ളം ഒഴിച്ച് ഗ്രേവി എടുക്കാവുന്നതാണ്. ഇതിപ്പം നമ്മൾ ചിക്കൻ പുരട്ടി ചെയ്യുമ്പോൾ ആ ചിക്കൻ്റെ അകത്ത് മസാലകൾ ഇങ്ങനെ പൊതിഞ്ഞിരിക്കണം. ഇതിലേക്ക് മല്ലിയിലയും ലാസ്റ്റാണ് ചേർക്കുന്നത്, എന്നാലേ ആ മല്ലിയിലയുടെ ഫ്ലേവറും അതിൽ നിൽക്കത്തുള്ളൂ.